ഹലോ അങ്ങനെ തൊമ്മൻകുത്ത് വാട്ടർഫാൾസിൽ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഓണായി തന്നെ പറയാനായിട്ട് വരും. സൈഡായിട്ട് അതുകൊണ്ട് തന്നെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ലഞ്ച് ടൈം എത്തിയ കാര്യം ആരും തന്നെ അറിഞ്ഞില്ല. തൊടുപുഴ പുളിയന്മല ആ ഒരു റൂട്ടിൽ ഒരു ഭക്ഷണശാല, സുശീല ചേച്ചിയുടെ ഭക്ഷണശാല, അവിടെ എത്തിയപ്പോഴേക്കും വണ്ടി ചവിട്ടി. ഉള്ളത് പറയാലോ, എല്ലാവരും സൈഡായിട്ട് ഓരോന്ന് കഴിച്ചതുകൊണ്ട് ആർക്കും വലിയ വിശപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതിന് ഇത്രയും വലിയ റിഗ്രറ്റ് അടിക്കേണ്ടി വരുന്ന ഞങ്ങൾ ആരും തന്നെ വിചാരിച്ചില്ല. ഇത്രയേറെ കറികൾ അടങ്ങിയിട്ടുള്ള ഒരു ഇല, എൻ്റെ പൊന്നോ, ഇത് കാണുമ്പോഴേ എനിക്ക് ഇപ്പോഴും സങ്കടം തന്നെ. ഇതൊക്കെ കഴിച്ചു തീർക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അതിൻ്റെ ആ ഒരു സങ്കടം അങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ പൊടി, ചിക്കൻ പൊടി, ബീഫ് ചതച്ചത്, മീൻ, പിന്നെ പലതരത്തിലുള്ള കറികൾ. എൻ്റെ പൊന്നോ, ഒരു ഉഷാർ ലഞ്ച് തന്നെയായിരുന്നു അന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ കഴിക്കാൻ പറ്റിയില്ല, അതാണ് സങ്കടം. പിന്നെ അവിടുത്തെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നമ്മൾ എന്ത് ചോദിച്ചാലും അതിനെ ഇരട്ടിയായിട്ട് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സൈക്കോ പിന്നെ പായസം കണ്ടപ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് കമന്ന് കിടക്കുമായിരുന്നു. ഹിബമാരുടെയൊക്കെ ഇല കണ്ടപ്പോഴേക്കും എൻ്റെ കണ്ണ് തള്ളി. എനിക്ക് അത്രയും പോലും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഇപ്പോഴും സങ്കടം തന്നെയാണ്. ഇനി ആരെങ്കിലും തൊടുപുഴ പുളിയന്മല ആ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു കട തന്നെയാണ് സുശീല ചേച്ചിയുടെ നാടൻ ഭക്ഷണശാല. എനിക്കോ കഴിക്കാൻ പറ്റില്ല, നിങ്ങൾക്കെങ്കിലും കഴിക്കാൻ പറ്റട്ടെ.